ഹാഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഏഗൻ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീരാജ് സാർ ആണ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. കാരണം നമുക്കറിയാം നമ്മളുടെ എക്സാം ഇങ്ങോട്ട് എത്തിയല്ലേ, പടിവാതിൽക്കൽ എത്തി. നമ്മുടെ ഫസ്റ്റ് എക്സാം ഫിസിക്സ് ആണ്. സോ ഫിസിക്സിലെ അത്യാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാറിന് വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2 capacitors of capacitance 2 microfarad and 4 microfarad are connected in series. What is its effective capacitance? നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. ഇവിടെ 2 കപ്പാസിറ്റേഴ്സ് ദാ ഇതേപോലെ സീരീസിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. സോ ഒന്നാമത്തെ എത്രയാണ്, 2 മൈക്രോഫാരഡ് ആണ്. രണ്ടാമത്തെ എത്രയാണ്, 4 മൈക്രോഫാരഡ് ആണ്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് എന്ത്, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് എ സീരീസ് കോമ്പിനേഷൻ 1/C total is equal to 1/C1 plus 1/C2 ആണ്. Ready അല്ലേ? So 1/C total equal to 1/C1 എത്രയാണ്, 2 ആണ്, പ്ലസ് 1/C2 എത്രയാണ്, 4 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, എത്ര വരും, 4 plus 2/4 into 2 8 ആണ്. 4 plus 2 എത്രയാണ്, 6 ആണ്. 6/8 ആണ്. ഈ 6/8 എന്ന് പറഞ്ഞ ആരാ, 1/C ടോട്ടലാ. നമുക്ക് വേണ്ട C ടോട്ടൽ അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യണം, റെസിപ്രോക്കൽ എടുക്കണം. സോ C ടോട്ടൽ ഈസ് ഈക്വൽ ടു, അടുത്ത സൈഡും റെസിപ്രോക്കൽ എടുക്കാം. സോ 8/6 ഈക്വൽ നമുക്ക് എന്ത് പറയാം, 4/3 മൈക്രോ ഫാരഡ് എന്ന് പറയാം. സോ 4/3 മൈക്രോ ഫാരഡ് ആയിരിക്കും ഇതിന് എന്ത് വരിക, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരുന്നത്. റെഡി അല്ലേ, സെറ്റ് അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. നേരെ നമ്മൾ മൂവ് ചെയ്യുന്ന നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഏതാ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ മൊബിലിറ്റി അല്ലെ. ഡിഫൈൻ മൊബിലിറ്റി ആൻഡ് ഗിവ് ഇറ്റ്സ് SI യൂണിറ്റ്. ഓക്കെ, സോ നമുക്ക് നോക്കാം മൊബിലിറ്റി അല്ലെ. എന്താ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ magnitude of drift velocity per unit electric field ആണ് അല്ലേ. സോ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ mu h ആണ് റെപ്രസെന്റ് ചെയ്യുക. സോ mu ഈസ് ഈക്വൽ ടു അല്ലെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി mu, ഡ്രിഫ്റ്റ് വെലോസിറ്റി mu ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം അല്ലെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി mu അല്ല കേട്ടോ. ഓക്കെ, യെസ്, മൊബിലിറ്റി ആണ്, മൊബിലിറ്റി. ഓക്കെ, മൊബിലിറ്റി mu ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇതാണ് നമ്മുടെ എന്ത് വരിക, നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആയിട്ട് പറയാൻ സാധിക്കുക. mu ഈസ് ഈക്വൽ ടു എന്താണ്, യെസ്, mu ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇതിന്റെ ബേസിക് ഇക്വേഷൻ ആണ്. നമുക്ക് ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കാം. സോ mu ഈസ് ഈക്വൽ ടു എന്താ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ എന്താ, മൈനസ് E ടോ ബൈ എം ആയിരുന്നു അല്ലേ. നമുക്ക് വേണ്ടത് മാഗ്നിറ്റ്യൂഡ് അല്ലേ. സോ E ടോ ബൈ എം. ഓക്കെ, E ടോ ബൈ എം ഡിവൈഡഡ് ബൈ എന്ത് വരും, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് E എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യാം, E ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മൊബിലിറ്റി mu ഈക്വൽ എന്താ വരിക, E ടോ ബൈ എം ആയിരിക്കും വരിക. ഇതാണ് നമ്മളുടെ എന്ത് വരിക, മൊബിലിറ്റിയുടെ ഒരു എക്സ്പാൻഡഡ് ഫോം ആണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. mu is equal to E ടോ ബൈ എം. റെഡി അല്ലേ. ഇനി ഇവിടെ ചോദിച്ചത് എന്താണ്, ഇതിന്റെ SI യൂണിറ്റ് ആണ്. സോ യൂണിറ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യത്തെ ബേസിക് ഇക്വേഷൻ എടുക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. എന്ന് വെച്ചാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബൈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്, യൂണിറ്റ് എന്താണ്, യെസ്, വോൾട്ട് പെർ മീറ്റർ ആണ്. റെഡി അല്ലേ. സോ എന്ത് വരും, നമുക്ക് മീറ്റർ സ്ക്വയർ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ് വരും. മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ് യൂണിറ്റുമായി. റെഡി അല്ലേ, യൂണിറ്റ് നമ്മളുടെ കയ്യിലായി കഴിഞ്ഞു. റെഡി അല്ലേ ഗൈസ്, റെഡി അല്ലേ, സെറ്റ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. സ്റ്റേറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എല്ലാ കുട്ടികൾക്കും അറിയുന്ന ഒരു സംഭവമായിരിക്കും, നമ്മൾ 10th തൊട്ടേ പഠിക്കുന്ന ഒരു സാധനമാണെന്ത്, ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ, whenever there is a change in magnetic flux linked with the coil, whenever there is a change in magnetic flux linked with the coil, there induces an EMF. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് വരിക, ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഫിനോമിനൻ വരുന്നത്. ഓക്കെ, ആൻഡ് അടുത്തായിട്ട് നമുക്ക് എന്ത് പറയാം, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി EMF. ആലോചിക്കണം, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി EMF ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. എന്ന് വെച്ചാൽ d∅b. ആ ബി എന്ന് കാണിച്ചത് എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ടോ. സോ d∅b എന്ന് പറയാം, dt എന്ന് പറയാം. ഇനി ബി പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, d∅dt എന്ന് പറഞ്ഞാൽ മതി. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് EMF എന്താണ്, d∅dt ആണ്. ഇഫ് ദർ ഈസ് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിലോ, ഇഫ് n നമ്പർ ഓഫ് ടേൺസ് ഈസ് ദർ അല്ല, ഇഫ് n നമ്പർ ഓഫ് ടേൺസ് ഈസ് ദർ. ഓക്കെ,
n നമ്പർ ഓഫ് ടേൺസ് അവിടെ ഉണ്ട്, നമുക്ക് എന്ത് പറയാം, ആ EMF E is equal to n d phi v by dt എന്ന് പറയാം. ഇതാണ് നമ്മുടെ എന്ത് വരിക, EMF-ന്റെ ഇക്വേഷൻ വരുന്നത്. റെഡിയല്ല? EMF-ന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ സിമ്പിൾ ആയിട്ട് പറയാം. ഇതാണ് നമ്മുടെ എന്ത് വരിക, ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്മൾ മറക്കണ്ട എന്താണ്, whenever there is a change in magnetic flux linked with the coil there induces an EMF in the coil. സെറ്റ് ആണ്. ഓക്കെ, ആസ് എ റിസൾട്ട് എന്ത് ചെയ്യും, അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. റെഡി, സെറ്റ് അല്ലേ? സോ ആ EMF-ന്റെ ഇക്വേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ ആ ലോ മറന്നു പോകേണ്ട എന്താണ്, whenever there is a change in magnetic flux linked with the coil there induces an EMF. സെറ്റ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഇവിടെ ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് വിസിബിൾ ലൈറ്റ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അത് തന്നിട്ടുള്ള ഓരോ ആൾക്കാരെ മാർക്ക് ചെയ്യാം. ആരൊക്കെയാണുള്ളത്, വിസിബിൾ ലൈറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്, അൾട്രാവയലറ്റ് റേസ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്, എക്സ് റേസ് ഉണ്ട്, റേഡിയോ വേവ്സ് ഉണ്ട്, അല്ലെ? അറേഞ്ച് ദം ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വേവ് ലെങ്ത്, അല്ലെ? നമുക്ക് എന്ത് ചെയ്യണം, ഇവരെ നമ്മളുടെ അസെൻഡിങ് ഓർഡർ, അവരുടെ വേവ് ലെങ്ത്തിന്റെ അസെൻഡിങ് ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യണം, വേവ് ലെങ്ത്തിന്റെ അസെൻഡിങ് ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവരെ അറേഞ്ച് ചെയ്യണം. റെഡി അല്ലേ? വേവ് ലെങ്ത്തിന്റെ അസെൻഡിങ് ഓർഡറിൽ നമുക്ക് ഇവരെ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. റെഡി അല്ലേ? അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം, ഈ ഒരു സ്പെക്ട്രം പഠിക്കാനായിട്ട് ഞാൻ ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. GXU അല്ലെ, GXU VIMR പഠിച്ചു വെച്ചോ. GXU എന്താണ്, VIMR ആണ്. GXU VIMR. ഇതിൽ നമുക്കറിയാം, ഈ GXU VIMR ഈ ഡയറക്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ എന്താ ചെയ്യുന്നത് അറിയോ, നമ്മളുടെ വേവ് ലെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വേവ് ലെങ്ത് ലാംഡ അവിടെ എന്ത് ചെയ്യാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഗാമാറയ്ക്ക് എന്തായിരിക്കും, ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ആയിരിക്കും. മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ വേവ് ലെങ്ത് ഇങ്ങനെ കൂടി റേഡിയോ വേവ്സിന് എന്തായിരിക്കും, നമ്മുടെ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലായിരിക്കും നമ്മുടെ ഈ സ്പെക്ട്രത്തിന്റെ അകത്ത്. റെഡി, അപ്പോ നമുക്കറിയാം എന്താണ്, ഈ ഒരു ഡയറക്ഷനിൽ എന്താണ് നമ്മളുടെ എന്താണ്, യെസ്, നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ, യെസ്, നമ്മുടെ വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം വേവ് ലെങ്ത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഉണ്ടാവുക, ഫ്രീക്വൻസിക്ക് ഉണ്ടാവുക. അപ്പൊ അത് ആലോചിച്ച് വെച്ചാൽ മതി. എന്ന് വെച്ചാൽ ഗാമാറയ്ക്ക് ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ആണെങ്കിൽ ഏറ്റവും ഫ്രീക്വൻസി കൂടി ആരായിരിക്കും, ഗാമാറ ആയിരിക്കും. റേഡിയോ വേവിന് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉണ്ടെങ്കിൽ ഫ്രീക്വൻസി ഏറ്റവും കുറഞ്ഞ ആരായിരിക്കും, റേഡിയോ വേവ് ആയിരിക്കും. റെഡി അല്ലേ? അപ്പോ ലാംഡ വേവ് ലെങ്ത്തിന്റെ ഓർഡറിന് നേരെ ഓപ്പോസിറ്റ് ആയി എന്ത് വരിക, നമ്മുടെ ഫ്രീക്വൻസിയുടെ അറേഞ്ച്മെന്റ് വരിക. അത് ആലോചിച്ച് നോക്കട്ടോ. പക്ഷെ നമുക്ക് ഇപ്പൊ ഇവിടെ അറേഞ്ച് ചെയ്യാനുള്ള എന്തിന്റെ കേസിലാണ്, വേവ് ലെങ്ത്തിന്റെ കേസിലാണ്. സോ വേവ് ലെങ്ത് മാത്രമേ സാർ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഓർഡറിൽ ആദ്യം ആര് വരും, അല്ലെ? ആദ്യം ആരാ വരേണ്ടത് നോക്കിയേ, GXU VIMR. അപ്പൊ ഗാമാറയല്ല ആദ്യം വരേണ്ടത്, അല്ലെ? സോ എന്ത് ചെയ്യാം, ആദ്യം ഗാമാറ ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, സോ ഗാമാറ ഇതാണ് ആദ്യം വരേണ്ടത്. ഓക്കെ, ഓർഡറിന്റെ ഫസ്റ്റ് രണ്ടാണ് ഗാമാറ ആണ്, വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞ ആളാണ്. പിന്നെ ആര് വരും, നമ്മളുടെ നമുക്ക് ആരുണ്ട് അവിടെ, എക്സ്റേ അവിടെ ഉണ്ട്. ഓക്കെ, എക്സ്റേ കൊടുക്കാം. ഓക്കെ, ദെൻ ആര് വരും അവിടെ, അൾട്രാവയലറ്റ് ഉണ്ട്. സോ UV അവിടെ ഉണ്ട്. ഓക്കെ, അൾട്രാവയലറ്റ് ആയി. ദെൻ പിന്നെ ആരെ വരുന്നത്, ഓക്കെ, പിന്നെ ആരെ വരുന്നത് അവിടെ, യെസ്, അൾട്രാവയലറ്റ് കഴിഞ്ഞ പിന്നെ ആരുണ്ട് അവിടെ, വിസിബിൾ ലൈറ്റ് ആണുള്ളത്, അല്ലെ? വിസിബിൾ ലൈറ്റ് അവിടെ ഉണ്ട്. ഓക്കെ, വിസിബിൾ ലൈറ്റ് കഴിഞ്ഞാലോ പിന്നെ ആരാണ് നമുക്കുള്ളത്, ഇൻഫ്രാറെഡ് നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, ഇൻഫ്രാറെഡ്. ഓക്കെ, ഇൻഫ്രാറെഡ് ഉണ്ട്. ഓക്കെ, പിന്നെ ആരാണ് നമ്മളെ കയ്യിലുള്ളത്, ഇൻഫ്രാറെഡ് കഴിഞ്ഞാൽ പിന്നെ മൈക്രോവേവ്, റേഡിയോ വേവ് ഉള്ളൂ. അതിൽ മൈക്രോവേവ് നമുക്ക് തന്ന ലിസ്റ്റിൽ ഇല്ല. ഓക്കെ, അതുകൊണ്ട് പിന്നെ ആരാ വരാനുള്ള അവിടെ, റേഡിയോ വേവ്. ഓക്കെ, അത് ശ്രദ്ധിച്ച് വേണം എഴുതാൻ. ഓക്കെ, സോ ഇതായിരിക്കും അതിന് എന്ത് വരിക, അസെൻഡിങ് ഓർഡർ. വേവ് ലെങ്ത്തിന്റെ അസെൻഡിങ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും അതിന്റെ എന്ത് വരുന്നത്, ഓർഡർ വരുന്നുണ്ടാവുക. റെഡി അല്ലേ, സെറ്റ് അല്ലേ? നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹൈജൻസ് പ്രിൻസിപ്പിൾ ഓഫ് വേവ് തിയറി. ഓക്കെ, സ്റ്റേറ്റ് ഹൈജൻസ് പ്രിൻസിപ്പിൾ ഓഫ് വേവ് തിയറി ആണ്. സോ വേവ് തിയറി അല്ലെ, നമുക്കറിയാം വേവ് തിയറി കൊണ്ടുവന്ന ആരാണ്, നമ്മുടെ ക്രിസ്റ്റ്യൻ ഹൈജൻ ആണ്. അതുകൊണ്ട് ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്നാണ് ഈ വേവ് തിയറി നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഈ ഹൈജൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് എങ്ങനെയാണ് ഒരു വേവ് ഫ്രണ്ട് മുന്നോട്ടേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് പറയുന്നത്. എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഇവിടെ ഞാൻ ഒരു പോയിന്റ് സോഴ്സ് എടുത്തു. ആ പോയിന്റ് സോഴ്സിന് വരയ്ക്കാൻ പറ്റുന്ന ആദ്യത്തെ വേവ് ഫ്രണ്ട് ഞാൻ വരയ്ക്കുകയാണ്. ഈ വേവ് ഫ്രണ്ടിന്റെ മുകളിലുള്ള ഓരോ പോയിന്റും എന്താണെന്നാ പറഞ്ഞത്, പുതിയ ഒരു വേവ് ലെറ്റിന്റെ സോഴ്സ് ആണെന്നാ പറഞ്ഞത്, അല്ലെ? പുതിയൊരു വേവ് ലെറ്റ്. ആ വേവ് ലെറ്റ് ഇവിടെ വരച്ചു കാണിച്ചു തരാം. ഇതൊക്കെ എന്താണ്, ഒരു വേവ് ലെറ്റ് ആണ്. ഓക്കെ, ഇതേപോലുള്ള വേവ് ലെറ്റുകളുടെ സോഴ്സ് ആണെന്നാ പറഞ്ഞത്. ഓക്കെ, പ്രൈമറി വേവ് ഫ്രണ്ടിന്റെ മുകളിലുള്ള ഓരോ പോയിന്റും പുതിയ സോഴ്സുകളായിട്ട് ആക്ട് ചെയ്യും. പുതിയ സോഴ്സുകളായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. റെഡി അല്ലേ? സോ നോക്കിയറിയാം എന്താണ്, ആ ഒരു പ്രൈമറി വേവ് ഫ്രണ്ടിന്റെ മുകളിൽ നമ്മുടെ എന്താണ്, പ്രൈമറി വേവ് ഫ്രണ്ട് ആണ് കേട്ടോ. ഇത് നമ്മളുടെ പ്രൈമറി വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, പ്രൈമറി വേവ് ഫ്രണ്ട് ആണ്. പ്രൈമറി വേവ് ഫ്രണ്ടിന്റെ മുകളിലുള്ള ഓരോ പോയിന്റ് എന്ത് ചെയ്യും, സെക്കൻഡറി വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സെക്കൻഡറി വേവ് ലെറ്റ്സ്. ഓക്കെ, ഇവരാരാണ്, നമ്മളുടെ സെക്കൻഡറി വേവ് ലെറ്റുകളാണ്.
ഓക്കെ വേവ്ലെറ്റ്സ്. ഓക്കെ സെക്കൻഡറി വേവ്ലെറ്റ്സ് ആണ്. റെഡി അല്ലേ? സോ എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഓരോ വേവ്ലെറ്റിന്റെ മുകളിലുള്ള ഓരോ പോയിന്റും ചേർത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതേപോലെ ഒരു ലൈൻ വരച്ച് എന്ത് ചെയ്യും, അത് നമ്മുടെ സെക്കൻഡറി വേവ്ലെറ്റ് ആയിട്ട് മാറി. ഓക്കെ ഇതേപോലെ സെക്കൻഡറി വേവ്ലെറ്റിന്റെ മുകളിലും ഇതേ പ്രൊസീജിയർ നടക്കുന്നു, അടുത്ത വേവ്ലെറ്റ് ഫോം ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യും, ഈ വേവ്ലെറ്റുകളല്ല വേവ് ഫ്രണ്ടുകൾ ഇങ്ങനെ മുന്നോട്ടേക്ക് എന്ത് ചെയ്യാണ്, പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പറയുന്ന ലോ ആണെന്ത്, ഹൈജൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ ഹൈജൻസ് പ്രിൻസിപ്പിൾ മാത്രം ഞാൻ ഇവിടെ എഴുതി തരാം. നോക്കുക എന്താണ്, എവറി പോയിന്റ് ഓൺ ദ പ്രൈമറി വേവ് ഫ്രണ്ട്, every point on the primary wave front act as a source of secondary wavelets and sends out the vibration in all direction. Sends out the vibration in all direction. ഇതാണ് നമ്മൾ എന്ത് വരിക, ഹൈജൻസ് പ്രിൻസിപ്പിൾ വരുന്നത്. ഓക്കെ സോ എവറി പോയിന്റ് ഓൺ ദ പ്രൈമറി വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്സ് ആണ് മാർക്കത്, സെക്കൻഡറി വേവ്ലെറ്റ്സ് ആൻഡ് സെൻസ് ഔട്ട് ദ വൈബ്രേഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്, ഹൈജൻസ് പ്രിൻസിപ്പിൾ വന്നത്. വേവ് തിയറിയുടെ ഹൈജൻസ് പ്രിൻസിപ്പിൾ ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നേരെ നമ്മൾ എങ്ങോട്ട് പോകും, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഇതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത്, റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലടാ അല്ലെ, റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. 4 പ്രോപ്പർട്ടീസ് അറിയി തരാം. നോക്കിക്കേ, ആദ്യത്തെ പ്രോപ്പർട്ടി നമുക്ക് എന്ത് പറയാം അല്ലെ, ആദ്യത്തെ പ്രോപ്പർട്ടീസ് എന്ത് പറയാം, നമ്മുടെ ചാർജ് എന്ത് ക്വാണ്ടിറ്റി പറയാം അല്ലെ, ചാർജ് എന്ത് ക്വാണ്ടിറ്റി ആണ്, സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ സ്കേലാർ ക്വാണ്ടിറ്റി. നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്തോ, ഞാൻ അവിടെ ചെറുതാക്കിയിട്ട് ചെയ്തോളൂ, നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തിക്കോളാം. ഓക്കെ ഇലക്ട്രിക് ചാർജ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അങ്ങനെ എന്ത് ചെയ്യാൻ രസത്തിലൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ സോ എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. രണ്ടാമത്തെ എന്ത് പറയാം, ചാർജുകൾ എന്ത് ചെയ്യും, അട്രാക്ഷൻ റിപ്പൾഷൻ. ഓക്കെ സോ ലൈക്ക് ചാർജസ് എന്ത് ചെയ്യുന്നു പറയാം, ലൈക്ക് ചാർജസ് എന്താ ചെയ്യുന്നത്, റിപ്പൽ ചെയ്യും. ഓക്കെ ആൻഡ് രണ്ടാമത്തെ എന്ത് പറയാം, അൺലൈക്ക് ചാർജസ്, അൺലൈക്ക് ചാർജസ് എന്താ ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യും. ഓക്കെ സോ രണ്ടാമത്തെ പോയിന്റ് ആയി. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയാം അറിയോ, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഓക്കെ ആ ക്വാണ്ടൈസേഷന്റെ ആ ഭാഗത്ത് എസും യൂസ് ചെയ്യാൻ, നിങ്ങൾക്ക് സെഡും യൂസ് ചെയ്യാം. ക്വാണ്ടൈസേഷൻ എന്ന് പറയാറുണ്ട്, ക്വാണ്ടൈസേഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ രണ്ടും ശരിയാണ്. സോ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നാണ് നമ്മുടെ ഇലക്ട്രിക് ചാർജിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ്. അത് എന്താ പറയുന്നത്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്താണ് പറയുന്നത്, ഇത്രേ പറയുന്നുള്ളൂ. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് വെച്ചാൽ ദ ചാർജ് ഓൺ എ ബോഡി അല്ലെ, ദ ചാർജ് ഓൺ എ ബോഡി ഈസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദി ബേസിക് ചാർജ് എന്ന് പറഞ്ഞത് അല്ലെ. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം, പ്ലസ് ഓർ മൈനസ് എൻ എന്ന് പറയാം. വേർ എൻ എന്തായിരിക്കും, നമ്മുടെ ഇൻഡിജേഴ്സ് ആയിരിക്കും വരിക, 1 2 3 4 അങ്ങനെ പറഞ്ഞ ഇൻഡിജേഴ്സ് ആയിരിക്കും വരിക. ഓക്കെ എന്ന് വെച്ചാൽ ചാർജുകൾ എപ്പോഴും, ഒരു ബോഡിയുടെ മുകളിലുള്ള ചാർജുകൾ എപ്പോഴും എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് അവിടെ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ 1e അല്ലെങ്കിൽ 2e 3e 4e അങ്ങനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ചാർജുകൾ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാണ്ട് 1.5v 2.5v അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, ചാർജുകൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ചാർജ് ഓൺ എ ബോഡി, ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ഇസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദി ബേസിക് ചാർജ് എന്നാണ് പറഞ്ഞത്. എങ്ങനെ ഇക്വേഷനിൽ നമുക്ക് കൊടുക്കാം, യെസ് പ്ലസ് ഓർ മൈനസ് എൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ അവിടെ പ്ലസ് വന്നാൽ എന്താണ്, അത് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ പ്രോട്ടോൺ ആണ്. ആൻഡ് നെഗറ്റീവ് വന്നാലോ ചാർജ് എന്താണ്, ഇലക്ട്രോൺ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ? ആൻഡ് ഒരു പ്രോപ്പർട്ടി കൂടി വേണ്ടേ, ഒരു പ്രോപ്പർട്ടി കൂടി സാറ് പറഞ്ഞുതരാം. നാലാമത്തെ പ്രോപ്പർട്ടി നമുക്ക് എന്ത് പറയാം അല്ലെ, നാലാമത്തെ പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റുന്ന അഡിറ്റിവിറ്റി ഓഫ് ചാർജ് ആണ്. അഡിറ്റിവിറ്റി ഓഫ് ചാർജ് ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ചാർജുകൾ ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ എന്താണ്, ടോട്ടൽ ചാർജ് ഈസ് ദ സം ഓഫ് എന്താണ്, ഇൻഡിവിജ്വൽ ചാർജസ് ആണ്. ഇത്ര എഴുതി വെക്കണം കേട്ടോ, എഴുതി വെക്കണേ. സോ എന്ത് പറയാം നമുക്ക്, ദ ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ഈസ് നമുക്ക് എന്ത് പറയാം, ദ സം ഓഫ് ദി ഇൻഡിവിജ്വൽ ചാർജസ് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും സിമ്പിൾ ആയിട്ട്. സോ ഇതാണ് എന്ത് വരിക, അഡിറ്റിവിറ്റി ഓഫ് ചാർജ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ സിമ്പിൾ അല്ലേ? ഇപ്പൊ 4 പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. ഇനി ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. പക്ഷെ ഒരാളെ നിങ്ങൾ മറക്കരുത്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ശ്രമിക്കുക. ഓക്കെ റെഡി അല്ലേ? ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഗിവ് ഇറ്റ്സ് ഡയറക്ഷൻ അല്ലെ. ആദ്യം ഡൈപോൾ എന്താണെന്ന് പറയാം അല്ലെ. എന്താ ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ്. ശ്രദ്ധിക്കണേ,
equal and opposite charge separated by a small distance. Separated by a small distance. ഇവിടെ ഞാൻ വലിയ ഡിസ്റ്റൻസിൽ കാണിക്കുക നമുക്ക് അറിയണ്ടേ അല്ലെ? ആ ഡിസ്റ്റൻസ് നമ്മൾ വിളിച്ചത് എന്താ? 2a എന്ന ഡൈപോൾ ലെങ്ത് 2a അല്ലെ? രണ്ടും എന്തായിരിക്കണം? ചാർജുകൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇത് പ്ലസ് ക്യൂ ആണെങ്കിൽ എന്തായിരിക്കണം? മൈനസ് ക്യൂ ആയിരിക്കണം. സോ ഈക്വൽ ചാർജ് ആയിരിക്കണം. ഓക്കെ, പക്ഷെ എന്താവണം? അത് ഓപ്പോസിറ്റ് ആകാൻ വേണം. ഓക്കെ, ഒരാള് പോസിറ്റീവ് ആണ്, മറ്റേ ആൾ എന്താണ്? നെഗറ്റീവ് ആണ്. പക്ഷേ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് എൻ ഇലക്ട്രിക് ഡൈപോൾ. ആൻഡ് ആ ഇലക്ട്രിക് ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് വെച്ചാൽ എന്താ പറയാ? സ്ട്രെങ്ത് ഓഫ് ദി electric dipole is known as dipole moment. Okay, strength of a dipole moment. Okay, strength of a dipole, electric dipole ന്റെ സ്ട്രെങ്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അതിന് എന്ത് ലെറ്റർ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുക? യെസ്, പി എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. റെഡി ആണോ? ആൻഡ് ആ ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ എന്താണ്? യെസ്, 1 ഓഫ് ദി ചാർജ് അല്ലെ? അവിടെയുള്ള ചാർജ് ആ ചോദിച്ചത്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് ആണ് ഇൻടു 2a. ഇതാണ് നമ്മളുടെ എന്താ? ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ ഇതാണ്. 1 ഓഫ് ദി ചാർജ് ഇൻടു ഡൈപോൾ ലെങ്ത് ആണ്. 1 ഓഫ് ദി ചാർജ് ഇൻടു എന്ത് വരും? ഡൈപോൾ ലെങ്ത് ആണ് നമ്മളുടെ എന്ത് വരിക? ഇക്വേഷൻ വരിക. റെഡി ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത് ചോദിച്ചത് എന്താണ്? ഗിവ് ഇറ്റ്സ് ഡയറക്ഷൻ ആണ് അല്ലെ? ഡയറക്ഷൻ എങ്ങോട്ടേക്കാന്ന് പറയാം. നോക്കിക്കേ, ഡയറക്ഷൻ എങ്ങോട്ടേക്കാന്ന് പറയാം. നോക്കിക്കേ, ദാ ഇലക്ട്രിക് ഡൈപോൾ ദാ ഇവിടെ ഉണ്ട് അല്ലെ? ആ ഒരു ഡൈപോൾ മുന്നേ ഡയറക്ഷൻ എങ്ങോട്ടാ വരിക അറിയോ? ഈ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് അലോങ് ദ ആക്സിസ്. ഓക്കെ, ആ ഡൈപോൾ ആക്സിസ്, ഇതല്ല നമ്മുടെ ഡൈപോൾ ആക്സിസ്. ഈ ഡൈപോൾ ആക്സിസിൽ നിന്ന് ഈ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് എന്തുള്ളത്? നമ്മളുടെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഉള്ളത്. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? ഇവിടെ നോക്കിക്കോ, നെഗറ്റീവ് അല്ലേ, ഞാൻ പോസിറ്റീവ് എന്ന് എഴുതിട്ടോ. സോ നെഗറ്റീവ് ടു എങ്ങോട്ടേക്കാണ്? പോസിറ്റീവിലേക്കാണ് അലോങ് ഡൈപോൾ ആക്സിസ്. ഓക്കെ, ഡൈപോൾ ആക്സിസിലൂടെ എന്താണ്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് എന്ത് വരിക? നമ്മുടെ ആ ഒരു ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ വരുന്നത്. ആലോചിച്ച് വെച്ചോളാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? സോ ഇതാണ് എന്ത് വരിക? ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. റെഡി ആണെന്ന് വിചാരിക്കുകയാണ്. നേരെ നമ്മൾ മൂവ് ചെയ്യുന്നു നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നോക്കിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? സ്റ്റേറ്റ് കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ. സിമ്പിൾ അല്ലേ? നമുക്ക് രണ്ട് റൂളുകളാണ് പഠിക്കാനുള്ളത്, കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്? കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂൾ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കണ്ടക്ടേഴ്സ് എടുക്കാം. സിമ്പിൾ ആയിട്ട് വരയ്ക്കുകയാണ്, റഫ് ആയിട്ട് വരയ്ക്കുകയാണ്. കുറെ കണ്ടക്ടേഴ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ജംഗ്ഷനിലേക്ക് 3 കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് 2 കണ്ടക്ടർ അവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ വരുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് വരുന്ന കറണ്ട് I1 I2. ഞാൻ വേറെ കളർ യൂസ് ചെയ്യാം, കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, സോ ഇത് I1 ആണ്, I2 ആണ്, I3 ആണ്, ഇത് I4 ആണ്, ഇത് I5 ആണ്. നമ്മളുടെ കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ പറഞ്ഞ എത്രയേ ഉള്ളൂ? എന്താണ്? ടോട്ടൽ കറണ്ട് അല്ലെ? ടോട്ടൽ കറണ്ട് entering the junction equal to total current leaving from the junction. ഓക്കെ, സോ എന്താ പറഞ്ഞത്? എത്ര കറണ്ട് ആണോ എൻ്റർ ചെയ്യുന്നത് അതേ കറണ്ട് ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? ഈ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്ത് പോകേണ്ടത്. എന്ന് വെച്ചാൽ ഈ കറണ്ടിലേക്ക് ഈ ജംഗ്ഷനിലേക്ക്, ഇതാണ് നമ്മുടെ ജംഗ്ഷനിലെ, ഞാൻ ഈ ഒരു P പോയിന്റ് വെച്ച് മാർക്ക് ചെയ്ത് തരാം. ആ P എന്ന് പറഞ്ഞ പോയിന്റ് ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് എന്തൊക്കെയാണ്? I1 വരുന്നുണ്ട്, I2 വരുന്നുണ്ട്, I3 വരുന്നുണ്ട്. അപ്പൊ ടോട്ടൽ കറണ്ട് എൻ്ററിങ് ടു ദ ജംഗ്ഷൻ എന്താണ്? I1 പ്ലസ് I2 പ്ലസ് I3 ആണ് ടോട്ടൽ കറണ്ട് എൻ്ററിങ് ദ ജംഗ്ഷൻ. ഓക്കെ, ആൻഡ് ദിസ് ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? ടോട്ടൽ കറണ്ട് ലീവിംഗ് ഫ്രം ദ ജംഗ്ഷൻ ആയിരിക്കണം. എന്ന് വെച്ചാൽ I4 പ്ലസ് I5 ആയിരിക്കണം അല്ലേ? I4 പ്ലസ് I5. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ റൂൾ വരിക. ഓക്കെ, I4 പ്ലസ് I5 ആണ്. എന്ന് വെച്ചാൽ ടോട്ടൽ കറണ്ട് എൻ്ററിങ് ടു ദ ജംഗ്ഷൻ ഈസിയുള്ളതായിരിക്കും, ടോട്ടൽ കറണ്ട് ലീവിംഗ് ഫ്രം ദ ജംഗ്ഷൻ ആയിരിക്കും. അതെന്ന് വെച്ചാൽ എന്താണ്? ഒരു ജംഗ്ഷനിൽ ആ ഒരു നെറ്റ് കറണ്ട് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. കാരണം വരുന്ന കറണ്ട് ഒക്കെ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ജംഗ്ഷനിൽ കറണ്ട് ഉണ്ടോ? ഇല്ല.
അവിടെ നെറ്റ് കറണ്ട് എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. അതാണ് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. റെഡി അല്ലേ? സോ ഇതാണ് നമ്മുടെ എന്ത് വരിക? കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂൾ വരുന്നത്. സെറ്റ് അല്ലേ? നേരെ നമ്മൾ പോകുന്നത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡു യു കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻടു ആൻ അമ്മീറ്റർ? എക്സ്പ്ലെയിൻ. ഈ കാര്യം നമ്മൾ ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഗാൽവനോമീറ്റർ നമ്മൾ അമ്മീറ്റർ ആക്കി മാറ്റുന്നതെന്ന് ചോദിച്ചു. ഓക്കെ, ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറയാം. അത് നമ്മളുടെ എന്ത് ചെയ്യണം? നിങ്ങൾ എപ്പോഴും ഇത് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു ഫിഗർ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഇതാ ഇവിടെ ഒരു ഗാൽവനോമീറ്റർ എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഗാൽവനോമീറ്റർ ആണ്. കുറച്ച് വൃത്തിയിൽ വരച്ചു തരാം. ഓക്കെ, നമ്മുടെ ഗാൽവനോമീറ്റർ ആണ്. ഓക്കെ, ഗാൽവനോമീറ്റർ G ആണത്. ഓക്കെ, ഈ ഗാൽവനോമീറ്റർ എനിക്ക് എന്താകണം? അമ്മീറ്റർ ആക്കണം. ഓക്കെ, അമ്മീറ്റർ ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താണെന്ന് അറിയോ? അവിടെ ഞാനൊരു സ്മോൾ റെസിസ്റ്റൻസ് ഞാൻ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യുന്നു. എന്തായിട്ടാണ്? യെസ്, പാരലലി കണക്ട് ചെയ്യുന്നു. ഓക്കെ, പാരലലി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചെറിയ റെസിസ്റ്റൻസ് അവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ റെസിസ്റ്റൻസ് ആണ്, സ്മോൾ റെസിസ്റ്റൻസ് ആണ്. ആ സ്മോൾ റെസിസ്റ്റൻസ് ഞാൻ S എന്ന് വിളിക്കുകയാണ്. എന്താ അറിയോ? യെസ്, ഒന്നുമില്ല, ടു കൺവേർട്ട്, ഞാൻ ഈ തരാം, ടു കൺവേർട്ട് ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ, കണക്ട് എ സ്മോൾ റെസിസ്റ്റർ. ഈ സ്മോൾ റെസിസ്റ്റർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷണ്ട് റെസിസ്റ്റൻസ്. ഓക്കെ, ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യണം അല്ലെ? കണക്ട് എ സ്മോൾ റെസിസ്റ്റൻസ് നോൺ ആസ് ഷണ്ട് റെസിസ്റ്റൻസ് പാരലലി. ഓക്കെ, പാരലലി. ഓക്കെ, പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കണക്ട് ചെയ്യണം. ഓക്കെ, പാരലി നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് നമ്മളവിടെ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഒന്നുമില്ല, ആ ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് വിളിച്ചത്? S എന്ന് വിളിച്ചിട്ടുള്ളത്. റെഡി അല്ലേ? സോ ഈ ഗാൽവനോമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ സ്മോൾ റെസിസ്റ്റൻസ് നമ്മൾ പാരലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? ആ ഒരു എൻറ്റയർ ആൾ എന്തായിട്ട് മാറി? അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ആ ഷണ്ട് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഉണ്ട്. കാരണം ആ ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. ആ ഷണ്ട് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് IgG by I minus Ig. ഓക്കെ, IgG ബൈ എന്ത് വരും? I minus Ig ആണ്. ഈ ഇക്വേഷൻ നിങ്ങളോട് മറന്നു പോകരുത്. കാരണം ഈ ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അതിൽ Ig എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മുടെ ഗാൽവനോമീറ്ററിലേക്ക് വരുന്ന കറണ്ട് ആണ്. G എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്. I എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ വരുന്ന ഈ ടോട്ടൽ കറണ്ട് ആണ് I എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. റെഡി അല്ലേ? സോ ടോട്ടൽ കറണ്ട് എന്താണ്? I ആണ്. ഗാൽവനോമീറ്ററിലേക്കുള്ള കറണ്ട് എന്താണ്? Ig ആണ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? യെസ്, റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ S ന്റെ ഇക്വേഷൻ എന്താണ്? IgG ബൈ I മൈനസ് Ig ആണ്. നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ എനർജി ലോസസ് ഇൻ ട്രാൻസ്ഫോമർ? അല്ലെ, ട്രാൻസ്ഫോമറിൽ എന്തൊക്കെ തരത്തിലുള്ള എനർജി ലോസുകളാണുള്ളത്? ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം പോയിന്റ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, 2 മാർക്കിന് സ്ഥിരമായിട്ട് ഒട്ടുമിക്ക വർഷങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഒരു 2 വർഷം കൂടുന്ന സമയത്തൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു വർഷത്തിൽ. ഓക്കെ, സോ എന്ത് ചെയ്യാം? ആ ഒരു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ഡീറ്റെയിൽ പറയുന്നത് ഒരുപാട് പറയാനുണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യുന്നു? ആ 2 മാർക്കിന് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഴുതേണ്ട കാര്യങ്ങൾ പറയാം. ഓക്കെ, സോ ഒന്നാമത് എന്ത് ചെയ്യാം? ആ ഒരു എന്താണ് എനർജി ലോസ് എന്ന് പറയാം അല്ലെ? ആദ്യത്തെ എനർജി ലോസ് എന്താണ്? ഫ്ലക്സ് ലീക്കേജ് ആണ്. ഫ്ലക്സ് ലീക്കേജ്. രണ്ടാമത്തേതാണ് എന്ത് വരിക? റെസിസ്റ്റൻസ് ഓഫ് വൈൻഡിങ്. റെസിസ്റ്റൻസ് ഓഫ് വൈൻഡിങ്സ്. ഓക്കെ, മൂന്നാമത്തെ എന്ത് പറയാറ്? മൂന്നാമത്താണ് എഡ്ഡി കറന്റ് ലോസ്. എഡ്ഡി കറന്റ് ലോസ് ഉണ്ടാവാം. നാലാമത്തതാണ് ഹിസ്റ്ററിസിസ് ലോസ്. ഓക്കെ, ഈ 4 ലോസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ ഹിസ്റ്ററിസിസ് ഒന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം പണ്ടുള്ള സിലബസിൽ ഹിസ്റ്ററിസിസ് ആ കർവുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അത് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. സോ ഹിസ്റ്ററിസിസ് നിങ്ങൾക്ക് അറിയില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? ആ പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഈ 4 ലീക്കേജുകൾ അല്ലെങ്കിൽ ഈ 4 എനർജി ലോസുകളാണ് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതൊക്കെയാണ് ഒന്ന് ഫ്ലക്സ് ലീക്കേജ്, റെസിസ്റ്റൻസ് ഓഫ് ദി വൈൻഡിങ്, എഡ്ഡി കറന്റ് ലോസ്, ഹിസ്റ്ററിസിസ് ലോസ്. അല്ലെ, എഡ്ഡി കറന്റ് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ചില സ്കൂളുകളിലൊക്കെ എഡ്ഡി കറന്റ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, നമ്മുടെ EMI ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ എഡ്ഡി കറന്റ് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ എഡ്ഡി കറന്റ് ലോസ് ഉണ്ട്. അതേപോലെ ലാസ്റ്റ് ആണ് എന്ത് വരിക? ഹിസ്റ്ററിസിസ് ലോസ് വരുന്നത്.
റെഡി സെറ്റ് അല്ലേ? നേരെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്, ഗിവ് ഇറ്റ്സ് ഇക്വേഷൻ. നമുക്ക് അറിയാവുന്ന കാര്യം ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. എന്താ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് വരിക അല്ലേ? നമ്മളുടെ കപ്പാസിറ്റേഴ്സിന്റെ പ്ലേറ്റ്സിന് ഇൻ ബിറ്റ്വീൻ ഫോം ചെയ്യുന്ന കറന്റ് ആണ് എന്ത് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് വെച്ചാൽ. ഇത് എന്തിന്റെ ചേഞ്ച് കാരണം ഉണ്ടാവുന്നതാണ്? ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അല്ല, ഇലക്ട്രിക് ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കാരണം ഉണ്ടാവുന്ന കറന്റ് ആണ് എന്ത് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ? സോ ഇറ്റ് ഈസ് ദ കറന്റ് ഫോം ഡ്യൂ ടു current formed due to change in electric flux. Okay, വെറും ചേഞ്ച് എന്ന് പറയുന്നില്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയാം. ഓക്കെ, കുഴപ്പമില്ല, ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് കാരണം ഉണ്ടാവുന്ന ആ ഒരു കറണ്ട് ആണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണമെന്ന് അറിയോ? യെസ്, നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, phi ഈസ് ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0. നമുക്കറിയുന്നതാണല്ലേ, ഫ്ലക്സ് phi ഈസ് ഈക്വൽ എന്താണ്? Q ബൈ എപ്സിലോൺ 0 ആണ്. ഫ്ലക്സ് phi ഈസ് ഈക്വൽ എന്താണ്? Q ബൈ എപ്സിലോൺ 0 ആണ്. ഓക്കെ, നമ്മുടെ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ചാർജ് എന്താ നോക്കാം അല്ലേ? സോ Q ഈസ് ഈക്വൽ എന്താണ്? യെസ്, എപ്സിലോൺ 0 ഇൻറ്റു phi എന്ന് പറയാം. ഈ ചാർജിനെ കറണ്ടിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. സോ dq ബൈ dt ആണ് നമ്മുടെ എന്ത് വരിക? കറണ്ട് വരിക അല്ലേ? സോ കറണ്ട് കിട്ടണമെങ്കിൽ, ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? dq ബൈ dt, ആ ചാർജിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? d ബൈ dt ഓഫ് q എന്ന് വെച്ചാൽ എന്താണ്? എപ്സിലോൺ 0 ഇൻറ്റു phi ആണ്. ഇവിടെ എന്ത് phi ആണത്? ഇലക്ട്രിക് ഫ്ലക്സ് ആണത്. റെഡി അല്ലേ? റെഡി അല്ലേ? അപ്പൊ ചെയ്ത് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ID ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. സോ എന്ത് വരും? നമുക്ക് അവിടെ d phi e ബൈ dt എന്ന് വരും. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കേട്ടോ. സോ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമ്മൾ പറഞ്ഞുകൊടുക്കുന്നത്. റെഡി അല്ലേ? സോ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഇക്വേഷൻ എന്താണ്? എപ്സിലോൺ 0 ഇൻറ്റു എന്താണ്? d phi e ബൈ dt ആണ്. d phi e ബൈ dt. സെറ്റ്, ഇത്രയും പരിപാടിയുള്ളൂ. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ID ഈസ് ഈക്വൽ എന്താണ്? എപ്സിലോൺ 0 d phi e ബൈ dt ആണ്. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? നേരെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഇതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഗാൽവനോമീറ്റർ ഈസ് യൂസ്ഡ് ആസ് എ കറണ്ട് ഡിറ്റക്ടർ. അറിയാം, ഗാൽവനോമീറ്റർ എന്താണ്? കറണ്ട് ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരിക്കലും മെഷർ ചെയ്യാൻ യൂസ് ചെയ്യില്ല. ഓക്കെ, വാട്ട് ഈസ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ അല്ലേ? വാട്ട് ഈസ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ എന്ന് ചോദിച്ചാൽ അല്ലേ? ഒന്നുമില്ല, voltage sensitivity is the voltage sensitivity is the galvanometer deflection. ആ ഡിഫ്ലക്ഷൻ നമ്മൾ phi ആയിട്ടാണ് എടുക്കുക per unit voltage. Galvanometer deflection per unit voltage. വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാം? V ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ എന്ത് വരിക? യെസ്, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി വരുന്നത് അല്ലേ? സോ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റുക? യെസ്, ഫ്ലക്സ് അല്ല സോറി, phi വെച്ചാൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ആണ് അവിടെ കാണിക്കുന്നത്. phi എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ phi ബൈ V എന്ന് പറയാം. റെഡി അല്ലേ? സോ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ആണ് ഞാൻ അവിടെ phi എന്ന് എടുത്തിട്ടുള്ളത്. സോ ആ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ് ആണ് വരുന്നത്. ഓക്കെ, സോ phi ബൈ V ആണ്. സോ ഇതിന്റെ ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? NAB ബൈ K ഇൻറ്റു എന്താണ്? 1/R ആണ്. അത് എങ്ങനെയാ കിട്ടിയുള്ള കാര്യം നിങ്ങൾ നോക്കണം, കാരണം നമുക്ക് എന്ത് ചെയ്യാനില്ല, അത് പറയാനുള്ള സമയം ഇതിട്ടല്ല. അതല്ല, അത് എഴുതിയേക്കേണ്ട ആവശ്യവും ഈ 2 മാർക്കിലില്ല. ഓക്കെ, ഡയറക്റ്റ് ഇക്വേഷനിൽ നിങ്ങൾ പോയാൽ മതി. സോ phi ബൈ V ഈക്വൽ എന്താ വരിക? phi ബൈ V ഈക്വൽ വരും NAB ബൈ K ഇൻറ്റു 1/R എന്ന് വരും. NAB ബൈ K ഇൻറ്റു എന്ത് വരും? 1/R എന്ന് വരും. ഇതാണ് നമ്മുടെ എന്ത് വരിക? ആ ഒരു വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ വരുന്നത്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ വരിക. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ആൻഡ് അവിടെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, എന്താണ് ബി ക്വസ്റ്റ്യൻ നോക്കാം. ദ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ ഡസ് നോട്ട് വേരി വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ടേൺസ്. വൈ? എന്തുകൊണ്ടാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുന്ന സമയത്ത് അവിടെ നമ്മളുടെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി യാതൊരു മാറ്റവും സംഭവിക്കാത്തത്? നോക്കണം, നമ്മുടെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് എന്താണ്? NAB ബൈ K ഇൻറ്റു 1/R. അറിയാവുന്ന ഇക്വേഷൻ ആണ് അല്ലേ? ഇവിടെ നമ്പർ ഓഫ് ടേൺസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് അല്ലേ? നമ്പർ ഓഫ് ടേൺസ് 2 ടൈംസ് ആക്കി മാറ്റി. അടാ, ആദ്യം ഇത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് വിചാരിച്ചോ, അവിടെ 6 റെസിസ്റ്റൻസാ. നമ്പർ ഓഫ് ടേൺസ് ഞാൻ ഡബിൾ ആക്കി, ഒന്നുകൂടി കൂട്ടി അല്ലേ? എന്ന് വെച്ചാൽ ഇതിന്റെ ഡബിൾ അല്ലേ? അപ്പൊ റെസിസ്റ്റൻസ് എന്താവും? ഡബിൾ ആവും. എന്ന് വെച്ചാൽ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് 2 ടൈം ആവുന്ന സമയത്ത് റെസിസ്റ്റൻസ് 2 ടൈംസ് ആവും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും. എഗെയിൻ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ തന്നെ എത്തി അല്ലേ? നമ്പർ ഓഫ് ടേൺസ് 3 ടൈംസ് ആക്കി, റെസിസ്റ്റൻസ് 3 ടൈംസ് ആവും. ക്യാൻസൽ ഔട്ട് ചെയ്യാം, പോയി
ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ടേൺസ് കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസും അതേപോലെ കൂടുന്നു. ഇതുകൊണ്ടാണ് എന്ത് സംഭവിക്കാത്തത്, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി യാതൊരു മാറ്റവും സംഭവിക്കാത്തത്. ഓക്കെ, അതായിരിക്കണം നമ്മുടെ ബി ക്വസ്റ്റ്യന്റെ ആൻസർ വരേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, എ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. നമുക്ക് അടുത്ത് എന്ത് ചെയ്താം, ബി ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്താം. ഓക്കെ, സോ എന്താ വരിക, ബി ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ വരിക. ഓക്കെ, ഹിയർ number of turns increases, resistance also increases. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ് ആണ്. അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് എന്ത് സംഭവിക്കുന്നോ അത് തന്നെ എന്ത് ചെയ്യും, നമ്മളുടെ റെസിസ്റ്റൻസും സംഭവിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഇൻക്രീസ് അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റിൽ വരുന്നില്ല. എന്ന് വെച്ചാൽ ഇവിടെ 2 ടൈംസ് ആവുന്നുണ്ടെങ്കിൽ ഇവിടെയും 2 ടൈംസ് ആവും, ക്യാൻസൽ ഔട്ട് ചെയ്യും. ഇവിടെ 4 ടൈംസ് ആയാലും ഇവിടെയും 4 ടൈംസ് ആവും, ക്യാൻസൽ ഔട്ട് ചെയ്യും. അല്ലെ, അപ്പൊ ഇതാണ് അതിന്റെ റീസൺ. നമ്പർ ഓഫ് ടേൺസ് കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൂടുന്നുണ്ട്. ഓക്കെ, ഡ്യൂ ടു ദിസ് ഇൻക്രീസ് നമുക്ക് എന്ത് പറയാം, there is no change in വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഓക്കെ, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്തില്ല, അവിടെ യാതൊരു മാറ്റവും വരുന്നില്ല. സിമ്പിൾ ആണ്. ഓക്കെ, നേരെ നമ്മൾ മൂവ് ചെയ്യുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നോക്കിക്കേ, ദ ആവറേജ് വാല്യൂ ഓഫ് എ സി ഓവർ കംപ്ലീറ്റ് സൈക്കിൾ is 0 ആണ്. അല്ലെ, ആവറേജ് വാല്യൂ ഓഫ് എ സി കംപ്ലീറ്റ് സൈക്കിൾ 0 ആണ്. കാരണം എന്താ, ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ, ഇതാണ് നമ്മളുടെ എ സിയുടെ ഡയഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എ സിയുടെ ഡയഗ്രത്തിൽ എന്തുണ്ടാവും, ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ അവിടെ ഉണ്ടാവും. അല്ലെ, ഒരു +2 വോൾട്ട് അവിടെ ഉണ്ടെങ്കിൽ ഒരു -2 വോൾട്ട് അവിടെ ഉണ്ടാവും. അങ്ങനെ എന്ത് നോക്കിയാലും എന്താണ്, അവിടെ പോസിറ്റീവ് വാല്യൂ ഏതാണോ അതൊക്കെ നെഗറ്റീവ് സൈഡിലേക്ക് ഉണ്ടാവും. എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവുന്ന ആവറേജ് എപ്പോഴും എന്തായിരിക്കും വരിക, 0 ആയിരിക്കും വരിക. ഓക്കെ, സോ ആവറേജ് അവിടെ 0 വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കറണ്ടിനെയും വോൾട്ടേജിനെയും റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് വാല്യൂ യൂസ് ചെയ്യുക, RMS റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ വാട്ട് ഈസ് ദ RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ AC സർക്യൂട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാൻ എഴുതി വെക്കുന്നില്ല. സോ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് DC. ഓക്കെ, സോ റൂട്ട് മീൻ സ്ക്വയർ കറണ്ട് ഓർ വോൾട്ടേജ് എന്ന് വെച്ചാൽ ഇത്രയാണ്. It is the value of DC current or voltage. DC കറണ്ടോ വോൾട്ടേജോ, RMS എന്താണ്, DC കറണ്ടോ വോൾട്ടേജോ ആണ്. That dissipate the same amount of power. Same amount of power as the average power dissipated by the AC source. ഇതാണ് നമ്മളോട് പറയേണ്ടത്. എന്ന് വെച്ചാൽ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, DC-യുടെ വോൾട്ടേജോ കറണ്ടോ തന്നെയാണ്. പക്ഷെ ഇതെന്ത് ഡിസിപ്പേറ്റ് ചെയ്യണം, അത്രയും വാല്യൂ ഓഫ് AC നമ്മൾ ഒരു റെസിസ്റ്ററിലേക്ക് കൊടുക്കുകയെന്ന് വെച്ചോ, ആ റെസിസ്റ്ററിനകത്തും ഇത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് ഓഫ് എന്ത് അവിടെ ഡിസിപ്പേറ്റ് ആവണം, പവർ അവിടെ ഡിസിപ്പേറ്റ് ആവണം. അത്രയേ ഉള്ളൂ കണ്ടീഷൻ. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, വാട്ട് ഈസ് ദ RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ AC സർക്യൂട്ട് എന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് ജസ്റ്റ് എഴുതി തരാം, എന്നാലേ നമുക്കത് കുറച്ചുകൂടി മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ എ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്, ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് DC കറണ്ട് ഓർ വോൾട്ടേജ് എന്ന് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ, കറണ്ടോ വോൾട്ടേജോ. ഓക്കെ, ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് കറണ്ട് ഓർ വോൾട്ടേജ് ദാറ്റ് ഡെസിപ്പേറ്റ് the same amount of power dissipated by the AC source. ഓക്കെ, സോ ഒരു AC സോഴ്സ് എത്ര എമൗണ്ട് ഓഫ് പവർ ആണോ ഡെസിപ്പേറ്റ് ചെയ്യുന്നത്, അതേ എമൗണ്ട് ഓഫ് പവർ ഡെസിപ്പേറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ എത്ര DC കറണ്ടോ വോൾട്ടേജോ കൊടുക്കുന്നോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, RMS വോൾട്ടേജ് അല്ലെങ്കിൽ RMS കറണ്ട് എന്ന് വിളിക്കുന്നത്. ഇത്രേ വിളിക്കുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് DC കറണ്ട് ഓർ വോൾട്ടേജ് ദാറ്റ് ഡെസിപ്പേറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് പവർ ഡെസിപ്പേറ്റഡ് ബൈ ദ AC സോഴ്സ്. ഓക്കെ, അപ്പൊ AC കറണ്ടോ വോൾട്ടേജോ ഡെസിപ്പേറ്റ് ചെയ്യുന്ന എത്ര പവർ ആണോ അത്രയും പവർ ഡെസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൊടുക്കേണ്ട DC കറണ്ടിനെയോ വോൾട്ടേജിനെയോ നമ്മൾ എന്ത് വിളിക്കുന്നത്, RMS കറണ്ട് അല്ലെങ്കിൽ RMS വോൾട്ടേജ് നമ്മൾ വിളിക്കുന്നത്. റെഡി, സെറ്റ് അല്ലേ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. നമുക്ക് അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് അല്ലെ, ദ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഓഫ് AC സർക്യൂട്ട് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ V = 230 sin 314t അല്ലെ, 314t എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് അല്ലെ. അപ്പൊ നമ്മൾ തന്ന ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എഴുതി വെക്കാം. ഓക്കെ, V = എന്താണ്, 230 sin 314t ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം നമ്മളുടെ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഇക്വേഷൻ എന്താ, V = V0 sin ωt.
അവിടെ ഇക്വേഷൻ ഏതാണ് നമുക്ക് മനസ്സിലാവും. നോക്കിക്കേ, ദാ v ഈസ് ഈക്വൽ ടു v0 അതിന്റെ പൊസിഷനിൽ ആരും എടുക്കുന്നത് 230 എടുക്കുന്നത്. ഓക്കെ, സൈൻ ഇവിടെ ഉണ്ട്, ഒമേഗയുടെ സ്ഥാനത്താണ് ആരും എടുക്കുന്നത് 340 ഉള്ളത്, ടിയും അവിടെ ഉണ്ട്. ഓക്കെ, നമ്മോട് കാണാൻ പറഞ്ഞത് എന്താ, മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ്. ഏതാ മാക്സിമം വാല്യൂ വോൾട്ടേജ്? v0 ആണ്. സോ v0 എന്ത് പറയാം, 230 വോൾട്ട്. സിമ്പിൾ, കഴിഞ്ഞു. ജസ്റ്റ് ആ ഇക്വേഷൻ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ പറയാവുന്നുള്ളൂ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാം. യെസ്, അപ്പോൾ നമ്മുടെ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. നോക്കിയേ, ദ ആക്സിലറേറ്റഡ് ചാർജസ് റേഡിയേറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, റൈറ്റ്? 4 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് വെച്ചാൽ അല്ലേ. സോ എന്ത് ചെയ്യാം, ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ 4 പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, സോ നോക്കിക്കേ, 4 പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതാൻ പോവാണ്. സോ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, യെസ്, ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഡസ് നോട്ട് നീഡ് എ medium to propagate. Okay, so EM വേവുകൾക്ക് എന്തിന്റെ ആവശ്യമില്ല, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയത്തിന്റെ ആവശ്യമില്ല. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്തിന്റെ ആവശ്യമില്ല, മീഡിയം ആവശ്യമില്ല. റെഡി അല്ലേ? ആൻഡ് രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻ ഓഫ് EM wave is mutually perpendicular. ഈ perpendicular നമുക്ക് മനസ്സിലാവല്ലേ? So perpendicular to both electric field and magnetic field. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനെയും ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആരും ഉണ്ടാവുക, അവിടെ ഈ ഒരു EM വേവിന്റെ ഡയറക്ഷൻ മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ കാണിക്കുക അതിനെ? യെസ്, നോക്കിക്കേ, ഇത് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡും ഇത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും ആണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് പോയിക്കൊണ്ടിരിക്കുക, നമ്മുടെ EM വേവ്സ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. റെഡി, സെറ്റ് അല്ലേ? ആൻഡ് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. The velocity of the EM wave. Velocity of the EM wave is same as that of light in vacuum. Okay, same as that of velocity of light in vacuum. Velocity of light in vacuum. Okay, velocity of light in vacuum. നമ്മൾ എന്ത് ലെറ്റർ വെച്ചാൽ ഡിനോട്ട് ചെയ്യുക? C ആണല്ലേ. എത്രയുടെ വാല്യൂ? C is equal to 3 into 10 raised to 8 meter per second ആണ്. 3 into 10 raised to 8 meter per second ആണ് വരിക. റെഡി അല്ലേ? ആൻഡ് നമുക്ക് എന്ത് പറയാം, അവിടെയുള്ള വെലോസിറ്റി സെലക്ടർ നമുക്ക് പറയാം അല്ലെ. വെലോസിറ്റി സെലക്ടർ, വെലോസിറ്റി സെലക്ടർ എന്താ നമ്മളെ വെലോസിറ്റി? C അല്ലേ. സോ ആ C എങ്ങനെ കിട്ടി നമുക്ക്? ഈ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് വരിക. ഓക്കെ, സോ E0/B0 എന്ന് നമുക്ക് പറയാം. സോ അവിടെ ഉണ്ടായിട്ടുള്ള ആ ഒരു വെലോസിറ്റി സെലക്ടറിന്റെ ഇക്വേഷൻ എന്താണ്? C is equal to E0/B0. ഇത് വെച്ച് പ്രോബ്ലംസ് ചില കേസുകളിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, E0/B0 എന്ന് നമുക്ക് പറയാം. റെഡി അല്ലേ, സെറ്റ് അല്ലേ? സോ ഇത്രയുമാണ് നമ്മുടെ എന്തിൽ പറയാനുള്ളത്, നമ്മുടെ 4 പ്രോപ്പർട്ടീസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലേ, ആ ഒരു എങ്ങനെയാണ് ആ ഒരു C എന്ന് പറഞ്ഞ വാല്യൂ വന്നത്, അങ്ങനത്തെ ഒരുപാട് ചെറിയ പ്രോപ്പർട്ടീസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ വേറെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കാം. ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ബേസിക് ആയിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ട്. ഏതൊക്കെ ഞാൻ പറഞ്ഞ പോയിന്റ്സ്? ഒന്നാമത്തെ എന്താണ്, നമ്മുടെ മീഡിയത്തിന്റെ കേസ് പറഞ്ഞു, മീഡിയം വേണോ വേണ്ടോ ഉള്ള കേസ് പറഞ്ഞു. ഓക്കെ, ആൻഡ് അതിന്റെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞു. ആൻഡ് പിന്നെ പറഞ്ഞ എന്താണ്, അതിന്റെ വെലോസിറ്റി എന്താന്ന് പറഞ്ഞു. ആ വെലോസിറ്റി സെലക്ടറിന്റെ കേസും ഞാൻ അവിടെ പറഞ്ഞു. റെഡി, സെറ്റ് അല്ലേ? സോ ഇത്രയുമാണ് സാറിന് എടുത്തുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോ നമ്മുടെ മുൻ വർഷങ്ങളിൽ ഒരു 2-3 വർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സാറിന് ഇവിടെ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ളത്. സോ ഇത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോവാൻ. നിങ്ങൾക്ക് ഇതിൽ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മുന്നിൽ കാണാൻ സാധിക്കും. ഓക്കെ, റെഡി അല്ലേ? സോ എല്ലാം നല്ല കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് എക്സാം പോയിട്ട് നല്ല അടിപൊളിയായിട്ട് എഴുതുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, വീണ്ടും കാണണം. സോ ഇതായിരിക്കും. ബൈ.